കഴിഞ്ഞ ലെസണിൽ നമ്മൾ ബിയെ കുറിച്ച് പഠിച്ചിരുന്നു. ബി ആയിരിക്കുക, ഉണ്ടായിരിക്കുക. ഈസ്, ആം, ആർ, ആണ്, ഉണ്ട്, ആകുന്നു, ഉണ്ട്. വാസ്, വേർ, ആയിരുന്നു, ഉണ്ടായിരുന്നു. ഇതിൽ സബ്ജക്റ്റ് അനുസരിച്ചപ്പോൾ ഏകവചന സബ്ജക്റ്റുകളാണെങ്കിൽ ആണ് എന്നർത്ഥത്തിൽ, ആണ്, ഉണ്ട് എന്ന മീനിങ്ങിൽ ഈസും, ആയിരുന്നു, ഉണ്ടായിരുന്നു എന്ന മീനിങ് അർത്ഥത്തിൽ വാസും വരും. ഹീസ്, ഹി വാസ്. ഷീസ്, ഷി വാസ്. ഇതിനെ എന്ത് ശ്രദ്ധിക്കുക, എല്ലാം എസ് ആണ്. ഈസ്, ഈസ്. ഹീസ്, അവനാണ്, അവനുണ്ട്. ഹി വാസ്, അവനായിരുന്നു, അവനുണ്ടായിരുന്നു. ഷി ഈസ്, ഷി വാസ്. അവളുണ്ട്, അവളാണ്, അവളായിരുന്നു, അവൾ ഉണ്ടായിരുന്നു. ഇറ്റ് സിംഗുലർ ആണല്ലോ. ഇറ്റ് ഈസ്, ഇറ്റ് വാസ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ യു എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ഒന്നും ആവാം, ഒന്നിലധികം ആവാം. ബട്ട് വി കൺസിഡർ ദ സബ്ജക്റ്റ് യു ആസ് പ്ലൂറൽ. അങ്ങനെ കരുതുന്നത് പ്ലൂറൽ ആയതുകൊണ്ടെന്നാണ് ആറ് വേർ. യു ആർ, നിങ്ങളാണ്, നിങ്ങളുണ്ട്. യു വേർ, നിങ്ങളായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. നോക്കുക, ഈയിൽ എൻഡ് ചെയ്യുന്നു. യു വേർ. ദൈ, അവർ, ഇവർ. ദൈ ആർ, അവർ ഉണ്ട് അല്ലെങ്കിൽ ഇവർ ഉണ്ട്. ദൈ ആർ, ദൈ വേർ. ഈ പാറ്റേണിൽ യോജിക്കാതെ വരുന്നതാണ് ഐ. ഐ ഒരാളുള്ളൂ, പക്ഷേ ഐ ഈസ് എന്നും പറയില്ല, ഐ ആം പറയുന്നു. ഇവിടെ ഐ വാസ് പറയുന്നു. അടുത്തതായി നമ്മൾ പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റ്, ഏകവചന സബ്ജക്റ്റ് വെച്ച് നമുക്ക് അതിനോട് കൂടെ ഈസ് ചേർത്ത്, ആണ്, ഉണ്ടുള്ള മീനിങ്ങിൽ ഈസ് ചേർത്ത് നമുക്ക് സെൻറ്റൻസും അതിന് നെഗറ്റീവും അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോംസും എല്ലാം നമുക്കൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്ത് നോക്കാം. ഹീക്ക് പകരം നിങ്ങൾക്ക് ഷീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിംഗിളറായിട്ടുള്ള ഏത് സബ്ജക്റ്റും. ഇപ്പോൾ രോഹിത്, അമൽ, അക്ബർ, അങ്ങനെ എന്തോ ആവാം. ഹീസ് ഇൻ ദ ഓഫീസ്. ഈസാമാറിൻ്റെ മീനിങ് പറഞ്ഞല്ലോ. നമ്മൾ മലയാളത്തിൽ പലരും പല രീതിയിൽ പറയും. അതിൽ രണ്ടെണ്ണമാണ് ആണ്, ഉണ്ട് എന്നുള്ള മീനിങ്ങിൽ. ഹീസ് ഇൻ ദ ഓഫീസ്, അവൻ ഓഫീസിലാണ്, അവൻ ഓഫീസിലുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിലാണ്, അദ്ദേഹം ഓഫീസിൽ ഉണ്ട്. ഹീ ഈസ് നോട്ട് ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലല്ല, ഓഫീസിൽ അല്ല. ഈസ് നോട്ട് ഷോർട്ട് ഫോമാണ് ഈസിൻ്റെ. സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഈസ് നോട്ട് പറയാറില്ല, ഈസിൻ്റെ എന്ന് പറയൂ. ഹീസിൻ്റെ ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിൽ ഇല്ല. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കിയാൽ ഈസ് ഹി ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലുണ്ടോ? ഈസിൻ്റെ ഹി ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലില്ലേ? ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ഇല്ലേ എന്ന് ചോദിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓപ്പൺ ക്വസ്റ്റ്യനാണ്. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതാണ് നമ്മൾ ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ഈസിൻ്റെ ഹി ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലില്ലേ? ആ ഈസിൻ്റെ ഹി ഇൻ ദ ഓഫീസ് എന്നുള്ളത് നമുക്ക് മറ്റൊരു രീതിയിൽ ഈസ് ഹി നോട്ട് ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലില്ലേ? രണ്ട് മീനിങ് ഒന്ന് തന്നെയാണ്. ഈസിൻ്റെ ഹി ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലില്ലേ? ഈസ് ഹി നോട്ട് ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിലില്ലേ? ഇവിടെ നമ്മൾ നോട്ടിന് ഷോർട്ട് ഫോം ഇടാൻ പാടില്ല, പക്ഷെ ഇവിടെ നമുക്ക് ഇടാം. ഹീസ് ഹി ഉണ്ടെന്ന് പറയരുത്, ഈസ് ഹി നോട്ട് തന്നെ പറയണം. ഈസ് ഹി നോട്ട് ഇൻ ദ ഓഫീസ്. ഇനി വെയർ, എവിടെയാണെന്ന് അറിയാലോ. വെയർ ഈസ് ഹി, അദ്ദേഹം എവിടെയാണ്? ആൻഡ് യു ക്യാൻ സേ ഹീസ് ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. അടുത്തതായി നമുക്ക് ഐ സബ്ജക്റ്റാക്കി നമുക്ക് പറയാം. ഐ എം ടയേർഡ്. ഇവിടെ ഐം എന്ന് പറഞ്ഞാൽ അയാം. ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ട ഐം എന്നാണ്. ഐം. ഐ എം ടയേർഡ്. ഐ എം നോട്ട് ടയേർഡ്. ആർ യു ടയേർഡ്? ഞാൻ സ്വയം എന്നോടൊന്ന് ചോദിക്കില്ലല്ലോ. സംബഡി ആക്സ് മീ, ആർ യു ടയേർഡ്? നീ ടയേർഡാണോ? ആർ യു ടയേർഡ്? ടയേർഡ് അല്ലേ? ആർ യു നോട്ട് ടയേർഡ്? ഇത് രണ്ടും സെയിം മീനിങ് ആണ്. വൈ ആർ യു സോ ടയേർഡ്? എന്താണ് ഇത്ര ടയേർഡ് ആയിരിക്കുന്നത്? നമുക്കിനി ആറ് വെച്ച് നോക്കാം. ദ കിഡ്സ് ആർ ഹാപ്പി. കിഡ്സ് പ്ലൂറലാണ്. ആർ ഹാപ്പി, കിഡ്സ് ഹാപ്പിയാണ്. ദ കിഡ്സ് ആർ ഇൻ ഹാപ്പി,
ആറിന് പകരം നിങ്ങൾക്ക് റിട്ടൺ ലാംഗ്വേജിൽ ആർ നോട്ട് പറഞ്ഞാലും മതി. ദ കിഡ്സ് ആറിൻ്റെ ഹാപ്പി. ആർ ദ കിഡ്സ് ഹാപ്പി? കിഡ്സ് ഹാപ്പി ആണോ? ആറിൻ്റെ ദ കിഡ്സ് ഹാപ്പി? കിഡ്സ് ഹാപ്പി അല്ലേ? ആർ ദ കിഡ്സ് നോട്ട് ഹാപ്പി? കിഡ്സ് ഹാപ്പി അല്ലേ? വൈ ആറിൻ്റെ ദ കിഡ്സ് ഹാപ്പി? എന്തുകൊണ്ട് കിഡ്സ് ഹാപ്പി അല്ല? വൈ ആർ ദ കിഡ്സ് ഹാപ്പി എന്ന് ചോദിക്കില്ലല്ലോ നമ്മൾ. വൈ ആറിൻ്റെ ദ കിഡ്സ് ഹാപ്പി? എന്തുകൊണ്ട് കിഡ്സ് ഹാപ്പി അല്ല? അടുത്ത നമ്മൾ വാസ് വേറെ വെച്ചാണ്. ഹി സബ്ജക്റ്റ് സിംഗുലർ ആയാൽ, ഏകവചനമായാൽ വാസാണല്ലോ വരുന്നത്. ആയിരുന്നു, ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹി എന്നുള്ള സബ്ജക്റ്റിന് പകരം നമുക്ക് ഷീ പറയാം, ദ മാൻ പറയാം, അങ്ങനെ ഏകവചനമായ എന്തും പറയാം. ഹി വാസ് ഇൻ ദ കാർ? അദ്ദേഹം കാറിൽ ആയിരുന്നു, കാറിൽ ഉണ്ടായിരുന്നു. ഹി വാസ് ഇൻ ദ കാർ? അദ്ദേഹം കാറിലായിരുന്നില്ല, കാറിൽ ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ ഫോർമേഷനിലേക്ക് വന്നാൽ വാസ് ഹി ഇൻ ദ കാർ? അദ്ദേഹം കാറിൽ ഉണ്ടായിരുന്നു. വാസ് ഇൻ ഹി ഇൻ ദ കാർ? അദ്ദേഹം കാറിൽ ഉണ്ടായിരുന്നില്ലേ? വാസ് ഹി നോട്ട് ഇൻ ദ കാർ? അദ്ദേഹം കാറിൽ ഉണ്ടായിരുന്നില്ലേ? രണ്ട് മീനിങ് ഒന്നാണല്ലോ. വേർ വാസ് ഹി? അദ്ദേഹം എവിടെയായിരുന്നു? ഇതിൽ വാസ് ഹി എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ വാസ് ഹി എന്ന് പറയുന്നില്ല, വാസ് ഹി എന്ന് പറയുന്നുള്ളൂ. വാസി ഇവിടെ ഹീയുടെ ആ എച്ച് ലോപിക്കുകയാണ്. ഏതൊരു ഭാഷയിലും വാക്കുകൾ ചുരുങ്ങി വരുന്നുണ്ട്. ഉദാഹരണം, ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് കുറേ ആളുകൾ കൂടി നിൽക്കുകയാണ്. അതിലൊരാളോട് നമ്മൾ ചോദിക്കും, എന്തേട്ടാ പ്രശ്നം എന്ന് ചോദിക്കും. നമ്മൾ ചോദിക്കുന്നത് എന്തേട്ടാ എന്നാണ്. എന്തേട്ടാ? ഇത് എഴുത്ത് ഭാഷയിലില്ല. നമ്മൾ എന്താ ചേട്ടാ എന്ന് ചോദിക്കുന്നില്ല ഒരിക്കലും. ഇത് തന്നെ ഏതൊരു ഭാഷയിലും ഉപയോഗിക്കുമ്പോൾ ബാധകമാണ്. വാസ് ഹി എന്ന് പറയുന്നില്ല, വാസി. ഇപ്പോൾ ഈസി ഹി എന്നാണെങ്കിൽ നമ്മൾ ഈസി. സ്വരം സ സ്വരമാണ്, ഇസഡ്. ഈസി. അങ്ങനെ ഓസി, ഈസി. വേർ വാസി, വേർ വാസി, വെയർ വാസി, വെയർ വാസ് ഹി. അത് ശരിക്കും പുറത്തു വരുന്ന ശബ്ദം വെയർ വാസി എന്നാണ്. വേർ വാസി. ഇനി വേറെ വെച്ച് നോക്കാം. The kids were happy. In place of kids, you can use any other plural subject. They were happy. The boys were happy. The children were happy. Anything. Any subject that is plural. The kids were happy. Kids happy ആയിരുന്നു. The kids weren't happy. Happy അല്ലായിരുന്നു. Were the kids happy? Kids happy ആയിരുന്നോ? Weren't the kids happy? Kids happy ആയിരുന്നില്ലേ? Weren't the kids not happy? They mean the same. Kids happy ആയിരുന്നില്ലേ? Why were the kids not happy? എന്തുകൊണ്ട് kids happy ആയിരുന്നില്ല? Or why weren't the kids happy? എന്തുകൊണ്ട് kids happy ആയിരുന്നില്ല? അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ലെസണുമായി വീണ്ടും കാണാം.